നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നമ്മളൊരു പുതിയ രുചിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമോണിയം ക്ലോറൈഡ് ആയിരുന്നു പുതിയ രുചി കണ്ടെത്തിയത്. 2023 അവസാനത്തിലാണ് രുചി കണ്ടെത്തിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന മധുരം, പുളി, ഉപ്പ്, കയ്പ്, ഉമാമി എന്നീ രുചികൾക്ക് പുറമെ പിന്നെ ഏതാണ് ആറാമത്തെ രുചിയായിട്ട് അമോണിയം ക്ലോറൈഡിന്റെ രുചിയാണ് പുതുതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ആദിത്യ L1 കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ 7 പേലോഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ 2024 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ സോളാർ കൊടുങ്കാറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 മെയ് മാസത്തിലാണ് ഈ കൊടുങ്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു പുതിയ ഉറുമ്പ് വംശത്തെ ഹിമാലയത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ ഉറുമ്പ് വംശത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരാട്രച്ചീന നീല എന്ന് പറയുന്ന ജനസിൽപ്പെട്ട ഉറുമ്പ് വംശത്തെയാണ് നമ്മൾ കണ്ടെത്തിയതായിട്ട് ഹിമാലയത്തിലെ കിഴക്ക് വശത്ത് അഥവാ അരുണാചൽ പ്രദേശിലെ സിയാങ് വാലിയിലാണ് ഈ ഉറുമ്പുകളെ കണ്ടെത്തിയത്. ആരാണ് ഈ ഗവേഷണത്തിന് നേതൃത്വം കൊടുത്തത്? ആരായിരുന്നു? ഇന്ത്യയിലെ ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റും പിന്നെ ഏതാണ് US ഫ്ലോറിഡ സർവകലാശാലയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരും ചേർന്നിട്ടാണ് ഈ ഉറുമ്പിനെ കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെനസ്വേലയെ കുറിച്ച് പറഞ്ഞു. ആ രാജ്യത്തുള്ള മുഴുവൻ ഹിമാനികളും നഷ്ടപ്പെട്ട ആധുനിക ചരിത്രത്തിലെ ആദ്യ രാജ്യമായിട്ട് വെനസ്വേല മാറി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ദൂരദർശൻ കിസാൻ ചാനൽ 2 AI ആങ്കർമാരെ പുറത്തിറക്കിയതിൽ. ഏതൊക്കെയായിരുന്നു ആങ്കർമാർ? AI കൃഷും AI ഭൂമിയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ ഭാഗം പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും ഒഴിവാക്കാതെ, ഒരു ഫാക്ട് പോലും മിസ്സാക്കാതെ പഠിക്കുക. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കുറച്ച് മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കാം. റീസെന്റ് ആയിട്ട് നിയമിതരായിട്ടുള്ള ഇന്ത്യയിലെ ചില മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് നോക്കുന്നത്. ആരാണ് ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി? ഹേമന്ത് സോറൻ ആണ് അല്ലെ. ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു. എന്താ പേരെന്താണ്? ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി. ജാറ് സോറൻ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജാറ് സോറൻ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക. ജാറ് ഈ മിക്സിക്കാണുള്ള ജാറുണ്ടാവും. മിക്സിയൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഒരു സൈറം മുഴങ്ങുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ആ രീതിയിലൊക്കെ വേണമെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ട് 4ാം തവണയാണ് ഇദ്ദേഹം ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. ഏതാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരെന്താണ്? ജാർഖണ്ഡ് മുക്തി മോർച്ച. ഒരു പ്രാദേശിക പാർട്ടിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച. അതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഈ പറയുന്ന ഹേമന്ത് സോറൻ എന്ന് പറയുന്നത്. ഇനി അത് പറയുമ്പോൾ നമ്മൾ എന്നാണ് ഈ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത് എന്ന് കൂടി അതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ഫാക്റ്റ് ആയിട്ട് പഠിക്കാതെ കഴിയും. 2000 നവംബർ 15 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നത്. വർഷം ഏതാണ്? 2000 നവംബർ 15 ജാർഖണ്ഡ് രൂപീകരിക്കുന്നത്. എവിടെ നിന്നാണ് ഇത് വിഭജിക്കുന്നത്? ബീഹാറിൽ നിന്നാണ്. ബീഹാറിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് ജാർഖണ്ഡ് എന്ന് പറയുന്ന പുതിയൊരു സംസ്ഥാനം 2000 നവംബർ 15 രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ഇനി അടുത്തതായിട്ടുള്ള മറ്റൊരു പ്രദേശമാണ് ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീർ അല്ലെ. ജമ്മു ആൻഡ് കാശ്മീരിലെ മുഖ്യമന്ത്രിയായിട്ട് ഉമർ അബ്ദുള്ള തെരഞ്ഞെടുക്കപ്പെട്ടു. ഉമർ അബ്ദുള്ളയാണ് കേന്ദ്ര ഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2024 ഒക്ടോബറിലാണ് ഇദ്ദേഹത്തെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉമർ അബ്ദുള്ള ഒരു പക്ഷേ ഒരുപാട് പേര് കേട്ട് പരിചിതമായിട്ടുള്ള പേരായിരിക്കും. അതുകൊണ്ട് കോഡ് വേണ്ടി വരും തോന്നില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണല്ലോ ഈ കാശ്മീർ അല്ലേ. അതുകൊണ്ട് തന്നെ ഉമർ അബ്ദുള്ള എന്നുള്ളത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാശ്മീർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തു വെക്കുക. ഉമർ അബ്ദുള്ള കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2024 ഒക്ടോബറിലാണ് ചുമതലയേറ്റത്. ഇദ്ദേഹം തന്നെ നേരത്തെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ സംസ്ഥാനമായ സമയത്ത് മുഖ്യമന്ത്രിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഉമർ അബ്ദുള്ള. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2024 ഒക്ടോബറിൽ ഉമർ അബ്ദുള്ള
സ്ഥാനമേറ്റിട്ടുണ്ട്. ഇനി മറ്റൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ 19ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ഡോക്ടർ മോഹൻ യാദവ് ആണ്. 2023 ഡിസംബറിലാണ് അദ്ദേഹം ചാർജ് എടുത്തിട്ടുള്ളത്. 2023 ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ഡിസംബറിൽ മധ്യപ്രദേശിൽ പുതിയ 19ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ആരാണ് ചുമതലയെടുത്തത്? മോഹൻ യാദവ് ആണ്. മോഹൻ യാദവ്. അങ്ങനെ ആ ഒരു പേരിന്റെ ഒരു കണക്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. മധ്യാണ് മോഹൻ യാദവ് ആണ്. ഓക്കെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമാണ് ഇദ്ദേഹം. മോഹൻ യാദവ് പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്, അഥവാ BJPയുടെ അംഗമാണ് മോഹൻ യാദവ് എന്ന് പറയുന്നത്. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. ഉജ്ജയിൻ സൗത്ത് മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. ഇനി മറ്റൊരു സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര സരിത ഗംഗാധര റാവു ഫഡ്നവിസ് ആണ് ചുമതലയേറ്റത്. ദേവേന്ദ്ര സരിത ഗംഗാധര റാവു ഫഡ്നവിസ്. ദേവേന്ദ്ര ഫഡ്നവിസ് എന്നാണ് സാധാരണയായിട്ട് പറയാറുള്ളത്. ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. പൂർണ്ണമായ രൂപം ദേവേന്ദ്ര സരിത ഗംഗാധര റാവു ഫഡ്നവിസ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് 2024 ഡിസംബർ 5 മുതൽ, അതായത് കഴിഞ്ഞ ദിവസമാണ്, ഈ പറയുന്ന 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഒരാഴ്ചയുടെ താഴെ ആയിട്ടുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടു. അപ്പോൾ 2024 ഡിസംബറിലാണ് ദേവേന്ദ്ര ഗംഗാധര റാവു ഫഡ്നവിസ് അഥവാ ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 2014 മുതൽ 2019 വരെ നേരത്തെ ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് ചുമതല വഹിച്ചിട്ടുണ്ട്. അപ്പൊ 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആണ്. നമ്മൾ പറഞ്ഞു ജാറ് സോറൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഹേമന്ത് സോറൻ ആണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി. പിന്നീട് ഉമർ അബ്ദുള്ള നമ്മൾ പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീരിലെ മുഖ്യമന്ത്രിയാണ് ഉമർ അബ്ദുള്ള. പിന്നീട് മോഹൻ യാദവിനെ പഠിച്ചു. മോഹൻ യാദവ് 2023 ഡിസംബർ മുതൽ മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. ആര്? ഡോക്ടർ മോഹൻ യാദവ് എന്ന് പറഞ്ഞു. പിന്നെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ഈ അടുത്തായിട്ട് നിയമിതനായ വ്യക്തിയാണ് ദേവേന്ദ്ര ഫഡ്നവിസ്, അല്ലെങ്കിൽ പൂർണ്ണരൂപം ദേവേന്ദ്ര സരിത ഗംഗാധര റാവു ഫഡ്നവിസ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് എന്നാണ് ആ ഒരു പ്രോജക്റ്റിന്റെ പേര്. കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നുണ്ടാകും. എന്താണ്? അതായത് കണക്റ്റഡ് അല്ലാത്ത പ്രദേശങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി, അൺകണക്റ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ ഒരു സംഭവമാണ് അല്ലെ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. നമുക്കറിയാം കെ-ഫോണിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന നല്ല ചോദ്യമാണ്. കെ-ഫോണിന്റെ പൂർണ്ണ രൂപം കേട്ടോ. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കെ-ഫോണിന്റെ പൂർണ്ണ രൂപം. ഈ കെ-ഫോൺ ആണ് ഈ പറയുന്ന കണക്റ്റിംഗ് ദി അൺകണക്റ്റഡ് എന്ന ബാനറിന് കീഴിൽ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഈ കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് പദ്ധതി ആരംഭിച്ചത്? ഈ ആദിവാസി മേഖലകൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ്. ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ പിന്നെ ആദിവാസി മേഖലകൾ? നമുക്കറിയാം ഈ ഗോത്രവർഗ്ഗങ്ങളൊക്കെ താമസിക്കുന്ന ഈ റിമോട്ട് ഏരിയകളൊക്കെയാണ്. അവിടേക്കൊന്നും നെറ്റ്വർക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ അത്ര ഏരിയകളിലേക്ക് നെറ്റ്വർക്ക് എത്തിക്കുന്നതിന് വേണ്ടി കെ-ഫോൺ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന പദ്ധതി. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ കോട്ടൂരിലെ ചോനമ്പാറ, വലിപ്പാറ എന്നിവിടങ്ങളിൽ ആദിവാസി മേഖലകളിലെ 103 വീടുകളിൽ കെ-ഫോൺ ഇതിനകം കണക്ഷൻ നൽകി കഴിഞ്ഞു. അപ്പൊ ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരത്തെ കോട്ടൂരിലാണ്. ചോനമ്പാറ, വാലിപ്പാറ എന്നീ ആദിവാസി മേഖലകളിലാണ് 103ഓളം വീടുകളിൽ ഈ കെ-ഫോൺ കണക്ഷൻ എത്തിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ പദ്ധതി തുടക്കം കുറിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലെ ചോനമ്പാറ, വാലിപ്പാറ എന്നീ ആദിവാസി മേഖലകളിലാണ് ഈ കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് എന്ന പദ്ധതി പ്രകാരം കണക്ഷൻ നൽകിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടുകൾ എന്നിവയിൽ നിന്നുള്ള ഫണ്ടുകൾക്കൊപ്പം കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR ഫണ്ടുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംരംഭം
പ്രവർത്തിക്കുന്നത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ, അതേപോലെ ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടുകൾ അടക്കമുള്ള ഫണ്ടുകൾ, പിന്നെ പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടുകൾ, പിന്നെ അതോടൊപ്പം ഈ പറയുന്ന കമ്പനികളുടെ CSR ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. കമ്പനികൾ, വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഒരു വർഷം ഇത്ര രൂപ ഈ CSR ഫണ്ടിൽ നിന്ന് അവർ ചെലവാക്കാറുണ്ട്. ആ CSR ഫണ്ടുകളുടെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് എന്ന പദ്ധതി ആരംഭിക്കുന്നത്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിന് കീഴിലാണ് ആദിവാസി മേഖലകളെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഈ കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്നാണ് ഈ കെ-ഫോൺ പദ്ധതി ആരംഭിച്ചത് എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. 2023 ജൂൺ 5 കേരളത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, വേഗതയേറിയ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള പദ്ധതിയോട് കൂടി കെ-ഫോൺ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജൂൺ 5 മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. കേരള നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചായിരുന്നു ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കറിയാം, പിന്നെ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇ ഗവേണൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇ ഗവേണൻസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എല്ലാവരിലേക്കും ഈ നെറ്റ്വർക്ക് എത്താത്ത ഒരു പ്രശ്നം, മറ്റൊന്ന് നെറ്റ്വർക്ക് എത്തിയവർക്ക് തന്നെ അത് ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നം. ഇതൊക്കെ നിലനിൽക്കുന്നത് തന്നെ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്നാണ് നമ്മൾ ആ ഒരു ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ചില ഏരിയകളിലേക്ക്, റിമോട്ട് ഏരിയകളിലേക്ക് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നും എത്താത്തതിന്റെ വിഷയം, എത്തിയാൽ തന്നെ അത് പിന്നെ ഉപയോഗപ്പെടുത്താൻ അറിയാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഇത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം ഘട്ടമായിട്ട് ഈ കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന റിമോട്ട് ഏരിയകളിൽ, ആദിവാസി മേഖലകളിലൊക്കെ നെറ്റ്വർക്ക് എത്തിക്കുന്ന കെ-ഫോണിന്റെ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, എന്ത്, നെറ്റ്വർക്ക് എത്തിയിട്ടും അത് ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ അല്ലേ. അത് പരിഹരിക്കാൻ വേണ്ടിയും കേരള സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം പദ്ധതി. നമ്മൾ LSCS എക്സാമിന് വേണ്ടി ഇത് വിശദമായിട്ട് ഡിജി കേരളം പദ്ധതി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡിജി കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ? ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ്. നമ്മൾ 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പിറകിലാണ് അല്ലേ. കേരളം പിറകിലാണെന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളം കുറച്ചുകൂടി ബെറ്റർ തന്നെയാണ്. എന്നിരുന്നാലും 100% ആളുകൾക്കും ഈ ഡിജിറ്റൽ സാങ്കേതിക യുഗത്തിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡിജി കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനറായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, 14 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും, കേരളത്തിലുള്ള 14 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സ്മാർട്ട് ഫോൺ അടക്കം ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. 2024 നവംബർ 1 കൂടി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാനായിരുന്നു ഇത് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് 100% കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ നവംബർ 1 പ്രഖ്യാപനം നടന്നിട്ടില്ല. ഒരു പക്ഷേ ജനുവരി 1 അവർ പ്രഖ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ട്. നവംബർ 1 ടാർഗറ്റ് ചെയ്തിരുന്നത്, അന്നേക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഡിജി കേരളം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഒരു സർവേ ആണ് നടത്തിയത്. സർവേ പ്രകാരം ഈ ഡിജിറ്റൽ നിരക്ഷരരായിട്ടുള്ള ആളുകളെ സർവേയിലൂടെ കണ്ടെത്തുകയും സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് സർവേ നടത്തിയിട്ടുള്ളത്. അങ്ങനെ സർവേയിലൂടെ ഇവരെ കണ്ടെത്തുകയും, എന്താ പറയുക, ഡിജിറ്റൽ ഡിവൈസുകൾ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ഘട്ടമായിരുന്നു ഒന്നാമതായിട്ട് നടത്തിയത്. അത് ഏകദേശം 100% എല്ലായിടത്തും പൂർത്തിയായി. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഈ കണ്ടെത്തിയ ആളുകൾക്ക് പരിശീലനം നൽകുക എന്നുള്ളതായിരുന്നു രണ്ടാം ഘട്ടം. അങ്ങനെ പരിശീലനം നൽകി വളണ്ടിയർമാർ മുഖേന അവർക്ക് 3 മൊഡ്യൂളുകളായിട്ട് പരിശീലനമൊക്കെ കൊടുത്തു. പരിശീലനം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? അവരെ ഇവാലുവേഷൻ ചെയ്യുക എന്നാണ് മൂന്നാമത്തെ ഘട്ടം. ഈ പരിശീലനം കൊടുത്ത ആളുകൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു ഇവാലുവേഷൻ ആണ് പിന്നീട് നടത്തിയിട്ടുള്ളത്. ഈ ഇവാലുവേഷൻ ആണ് പല സ്ഥലത്തും നടക്കാൻ ഇപ്പോഴും ബാക്കിയുള്ളത്. ഏതായിരുന്നാലും ഒരു ജനുവരി 1 മുമ്പൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ 2 പദ്ധതികളാണ് പറഞ്ഞത് കേരള സർക്കാരിന്. ഒന്ന് കെ-ഫോൺ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കണക്റ്റിംഗ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന പദ്ധതി, അതായത് ആദിവാസി മേഖലകളെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള, അതായത് നെറ്റ്വർക്കൊക്കെ എത്താത്ത പ്രദേശങ്ങളിലേക്ക് നെറ്റ്വർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടെ ഡിജി കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എത്തി, പക്ഷെ എന്താണ്, അവർക്കത് ഉപയോഗിക്കാൻ അറിയില്ല. നെറ്റ്വർക്ക് എന്നല്ല, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാത്ത, ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ അത് പരിശീലിപ്പിക്കുക, അത് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള 2024 ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി.
ഇതിൽ പറയുന്നത് എന്താണ്? സാധാരണക്കാരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ശാക്തീകരണം ഡിജിറ്റൽ സാക്ഷരതയിലൂടെ ഉറപ്പാക്കും. സർക്കാർ സേവനങ്ങളും അതേപോലെ ബാങ്കിങ് ഇതര സേവനങ്ങളും സാധാരണക്കാരുടെ വിരൽത്തുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡിജി കേരളം പദ്ധതി കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ഉപയോഗിക്കാൻ വേണ്ടി മുതിർന്ന ആളുകളെ അടക്കം പ്രാപ്തരാക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൽ എന്ത് കൊടുക്കും? പരിശീലനം കൊടുക്കും. ഉയർന്ന പ്രായപരിധി ഇല്ല. എന്നാൽ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് 65 വയസ്സിന് താഴെയുള്ള ആളുകളെ മാത്രമേ ഇവാലുവേഷൻ ചെയ്യുള്ളൂ. മാറിപ്പോരുത്. പരിശീലനം 14 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും കൊടുക്കുന്നത് 90 വയസ്സായ ഒരാളുണ്ടെങ്കിൽ അവർക്കും എന്ത് കൊടുക്കും? പരിശീലനം കൊടുക്കും. എന്നാൽ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് 65 വയസ്സ് വരെയുള്ള ആളുകളെ ഇവാലുവേഷൻ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ്, നമ്മുടെ ഓസ്ട്രേലിയയിൽ പുതിയൊരു ബില്ല് ഈ അടുത്തായിട്ട് അംഗീകരിച്ചു. എന്താണ് ആ ബില്ല്? 16 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ്. എവിടെയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്? ഓസ്ട്രേലിയയിലാണ്. നമ്മൾ 14 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഡിജിറ്റൽ സാക്ഷരത കൊടുക്കുന്ന പദ്ധതിയാണ് കേരളത്തിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇത് ഓസ്ട്രേലിയയിൽ എന്താ പറയുന്നത്? 16 വയസ്സിന് താഴെയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. അതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് ഓസ്ട്രേലിയ ഈ അടുത്ത് പാസ്സാക്കിയത്. പ്രായപൂർത്തിയാകാത്തവർ ലോഗിൻ ചെയ്യുന്നത് തടയാൻ വേണ്ടി 49.5 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ, അതായത് അമേരിക്കൻ ഡോളറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ $32 ലക്ഷം വരെ പിഴ ഈടാക്കാനാണ് ഇതിന്റെ നിയമം. അതായത് അത്രയും വലിയ ഒരു പിഴ ഈടാക്കിക്കൊണ്ടാണ് ഇത് തടയാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം തടയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുവാക്കളുടെ മാനസിക ആരോഗ്യത്തിന്റെ ആഘാതങ്ങളെ കുറിച്ച് അവർ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ ഈ കുട്ടികൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തന്നെ ഇപ്പൊ അടുത്തറിയാം. ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗെയിമിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം അമ്മയെ കഴുത്ത് അറുത്ത് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അവരുള്ളത്. ആ രീതിയിലേക്കൊക്കെ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് യുവാക്കളുടെ മാനസികാരോഗ്യ ആഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ചർച്ച ചെയ്തതിനിടയിലാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനുള്ള ഒരു ബില്ല് ഓസ്ട്രേലിയ പാസ്സാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു വർഷത്തിന് ഉള്ളിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ജനുവരിയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പെറ്റ് എക്സ്പോർട്ട് സംവിധാനം. പെറ്റ് എക്സ്പോർട്ട് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടുകൾ വഴി ഈ വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു സംവിധാനമാണ് പെറ്റ് എക്സ്പോർട്ട് സംവിധാനം. അങ്ങനെ ഒരു എക്സ്പോർട്ട് സംവിധാനം കേരളത്തിലെ എയർപോർട്ടിലൂടെ നടപ്പിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൂടി ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ സിയാലിൽ നിന്നും കയറ്റുമതി ചെയ്ത വളർത്തുമൃഗം ഏതാണ്? പെറ്റ് ഏതാണ്? ലൂക്ക എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടിയാണ്, ഒരു പപ്പിയാണ് ആദ്യമായിട്ട് എവിടെ നിന്നും സിയാലിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത്. മാറിപ്പോയത്, ഇമ്പോർട്ട് ചെയ്ത മൃഗത്തെ നമ്മൾ വേറെ പറയുന്നുണ്ട്, ഇത് എക്സ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ സിയാലിൽ കൂടി എക്സ്പോർട്ട് ചെയ്ത ഒരു പെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പെറ്റിന്റെ പേര്? ലൂക്ക എന്നാണ് പേര്. അതൊരു പപ്പിയാണ്, ഒരു നായ്ക്കുട്ടിയാണ്. നമ്മൾ ലൈക്ക എന്ന പട്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ലൈക്ക എന്ന പട്ടിയുടെ പ്രാധാന്യം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് ലൂക്കയാണ് പേര്, സമാനമായ പേര് തന്നെയാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. 2024 ജൂണിലാണ് കൊച്ചിൻ സിയാൽ വഴി എന്ത് ചെയ്തത്? ഈ ലൂക്ക എന്ന് പറയുന്ന പപ്പിയെ എക്സ്പോർട്ട് ചെയ്തത്. എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്തത്? ദോഹ വഴി ദുബായിലേക്കാണ് ഈ പറയുന്ന ലൂക്ക എന്ന നായ്ക്കുട്ടിയെ എക്സ്പോർട്ട് ചെയ്തത്. ഖത്തർ എയർവേസിലാണ് ഈ നായ്ക്കുട്ടിയെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2024 ജൂണിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലൂടെ അല്ലെ സിയാലിലൂടെ എന്ത് ചെയ്തത്? ലൂക്ക എന്ന് പറയുന്ന പപ്പിയെ എന്ത് ചെയ്തത്? എക്സ്പോർട്ട് ചെയ്തത്. എവിടേക്കാണ്? ഖത്തർ എയർവേസിലാണ്. ദോഹ വഴി ദുബായിലേക്കാണ് ഈ പറയുന്ന പെറ്റിനെ എക്സ്പോർട്ട് ചെയ്തത്. എന്നാൽ ആദ്യമായിട്ട് ഇതേ സിയാലിൽ തന്നെ ഇമ്പോർട്ട് ചെയ്ത ഒരു പെറ്റിനെ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 2024 നവംബറിലാണ് സിയാൽ വഴി ഒരു പെറ്റിനെ ഇറക്കുമതി ചെയ്യുന്നത്. ഇവ എന്നാണ് ഇതിന്റെ പേര്. പൂച്ചയാണ് ഇവ എന്ന് പറയുന്നത്. ഒരു മിക്സഡ് ബ്രീഡ് പൂച്ചയാണ്.
ഇവ എന്ന് പറയുന്നത്. പേര് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഇമ്പോർട്ട് ഇവ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇമ്പോർട്ട് ഇവ, അത് പഠിച്ചാൽ പിന്നെ എക്സ്പോർട്ട് പിന്നെ മാറിപ്പോലല്ലോ. ഇമ്പോർട്ട് ഇവ, അപ്പോൾ അതായത് ഇമ്പോർട്ട് ചെയ്ത, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത പെറ്റിന്റെ പേരാണ് ഇവ. ഇവ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂച്ചക്കുട്ടിയാണ് അല്ലെ. നമ്മൾ പട്ടിയെ അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് എന്താണ്? പൂച്ചയാണ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അങ്ങോട്ട് പട്ടിയെ വിട്ട് പകരം ഇങ്ങോട്ട് ഒരു പൂച്ചയാണ് എടുക്കുന്നതെന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. വളർത്തുമൃഗമായ നമ്മുടെ നാട്ടിൽ കുറെ പട്ടികളുണ്ട് അല്ലേ, തെരുവ് പട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയൊക്കെ നമ്മളൊരു കോഡായിട്ട് പറയാണ്, അല്ലാതെ പട്ടികളെ മോശമാക്കാനോ ഒന്നും അല്ല. അപ്പോൾ ഈ പട്ടികൾ കുറെ ഒരുപാടുള്ളതുകൊണ്ട് പട്ടികളെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു പകരം ഇങ്ങോട്ട് പൂച്ചയെ ഇമ്പോർട്ട് ചെയ്തു എന്നൊക്കെ ഓർത്ത് വെച്ചാൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാതെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 2024 ജൂണിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം എക്സ്പോർട്ടിംഗ് ആണ്, പിന്നെയാണ് ഇമ്പോർട്ടിംഗ് അല്ലേ. ആദ്യം പട്ടി അങ്ങോട്ട് വിട്ടിട്ട് പിന്നെയാണ് പൂച്ചയെ അങ്ങോട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി. 2024 ജൂണിൽ എന്ത് ചെയ്തു? ലൂക്ക എന്ന് പറയുന്ന ഒരു പപ്പിയെ സിയാൽ വഴി എക്സ്പോർട്ട് ചെയ്തു. പിന്നീട് 2024 നവംബറിൽ സിയാൽ വഴി തന്നെ എന്ത് ചെയ്തു? ഇവ എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ബ്രീഡ് പൂച്ച വർഗത്തിൽപ്പെട്ട ഇവ എന്ന് പറയുന്ന ഒരു പൂച്ചയെ എവിടെ നിന്നാണ്? ദോഹയിൽ നിന്ന് തന്നെയാണ്, എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇറക്കുമതി ചെയ്തത്. നേരത്തെ നമ്മൾ ദോഹ വഴി എവിടേക്കാണ്? ദുബായിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തത്. തിരിച്ചു വരുന്നത് ദോഹയിൽ നിന്നാണ്, എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോയത് അവരുടെ വിമാനത്തിലും ഇങ്ങോട്ട് വന്നത് നമ്മുടെ വിമാനത്തിലാണെന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതിലാണ്? ഖത്തർ എയർവേസിലാണ് അല്ലേ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഖത്തർ എയർവേസിൽ ദോഹ വഴി ദുബായിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. ആരെ? ലൂക്ക എന്ന് പറയുന്ന നായ്ക്കുട്ടിയെ. എന്നാൽ തിരിച്ച് നമ്മൾ 2024 നവംബറിൽ സിയാൽ വഴി ആരെ ഇറക്കുമതി ചെയ്തു? ഇവയെ ഇറക്കുമതി ചെയ്തു. വിമാനം എയർ ഇന്ത്യ വിമാനമാണ്. AI 984 എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് ഇവയെ ഇമ്പോർട്ട് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്? ഒന്ന്, നമ്മൾ 4 മുഖ്യമന്ത്രിമാരെ പഠിച്ചു ആദ്യം അല്ലെ. ഒന്ന് ഹേമന്ത് സോറനാണ്, ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത്. പിന്നെ ഉമർ അബ്ദുള്ളയെ പഠിച്ചു. ഉമർ അബ്ദുള്ള കേന്ദ്രഭരണ പ്രദേശമായ യൂണിയൻ ടെറിട്ടറിയായ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയാണ് ഉമർ അബ്ദുള്ള. പിന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ മോഹൻ യാദവിനെ പഠിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നവിസിനെ പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ കണക്ടിങ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ കെഫോൺ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്ന പൂർണ്ണരൂപമുള്ള കെഫോൺ ആണ് ആദിവാസി മേഖലകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ കണക്ടിങ് ടു അൺകണക്റ്റഡ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, കെഫോൺ ഉദ്ഘാടനം ചെയ്തത് നമ്മൾ പറഞ്ഞു 2023 ജൂൺ 5-നാണ് കെഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഈ ശങ്കരനാരായണൻ തമ്പി? കേരളത്തിന് ആദ്യത്തെ സ്പീക്കറാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഹാളാണ് ഈ ശങ്കരനാരായണൻ തമ്പി ഹാൾ എന്ന് പറയുന്നത്, നിയമസഭാ സമുച്ചയത്തിലുള്ള. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് അല്ലെ ശങ്കരനാരായണൻ തമ്പി. ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ശങ്കരനാരായണൻ തമ്പി. അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് നമ്മുടെ നിയമസഭയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഹാളാണ് ശങ്കരനാരായണൻ തമ്പി ഹാള്. അവിടെ വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഡിജി കേരളം പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഡിജി കേരളം പദ്ധതി? അതായത് ഈ ലിറ്ററേറ്റ് അല്ലാത്ത ആളുകളെ സ്മാർട്ട് ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി അല്ലേ. അതായത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു ഈ ഡിജി കേരളം പദ്ധതിയുടെ ലക്ഷ്യമായി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ മറ്റൊരു ഇതായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പെറ്റ് എക്സ്പോർട്ട് സംവിധാനം അല്ലെ. എന്താണ് പെറ്റ് എക്സ്പോർട്ട് സംവിധാനം? അതായത് നമ്മുടെ എയർപോർട്ടുകളിലൂടെ വളർത്തു മൃഗങ്ങളെ എക്സ്പോർട്ട് ചെയ്യാനും അതേപോലെ ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പെറ്റ് ഏതായിരുന്നു? ലൂക്ക എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. 2024 ജൂണിലാണ് സിയാൽ വഴി എവിടേക്കാണ് വിട്ടത്? ദുബായിലേക്കാണ് വിട്ടത്. ദോഹ വഴി ദുബായിലേക്കാണ് വിട്ടത്. തിരിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു 2024 നവംബറിൽ ഒരു പൂച്ച, ഇവ എന്ന് പറയുന്ന ഒരു പൂച്ചയെ അല്ലെ. ഇവ എന്ന പൂച്ചയെ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവ എന്ന പൂച്ച എത്തിയത്. AI 954 എന്ന് പറയുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവ എന്ന പൂച്ച എത്തുന്നത്. ദോഹയിൽ നിന്നാണ് പൂച്ചയെ കൊണ്ടുവന്നത് അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ
ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫിൽട്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നത്. ഇതിലൊരു ഫാക്റ്റ് പോലും മിസ്സാക്കാതെ പഠിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.